ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാർഡ് പ്രതിമാസം 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. നിലവിൽ കാർഡ് 319 രൂപ നിരക്കിൽ പ്രതിമാസം 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നൽകുന്നത്. സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ 359 രൂപക്കും കേര വെളിച്ചെണ്ണ 429 രൂപക്കും ലഭ്യമാക്കും. ഓണത്തോടനുബന്ധിച്ച് 25 രൂപ നിരക്കിൽ കാർഡ് പ്രതിമാസം 20 കിലോ പച്ചരി അല്ലെങ്കിൽ പുഴക്കലരി നൽകിയിരുന്നത് സ്ഥിരമായി നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു. സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ അധിക വിലക്കുറവ് നൽകും. അതുപോലെ 1000 രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ 1 കിലോ പഞ്ചസാര 5 രൂപ നിരക്കിൽ ലഭിക്കും. 500 രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 250 ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില 25% വിലക്കുറവിലും നൽകും. അടുത്ത അറിയിപ്പ്, നവംബറിലും KSEB സർചാർജ് പിരിക്കും. യൂണിറ്റിന് 10 പൈസയാണ് സർചാർജ്. സെപ്റ്റംബറിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിലുള്ള അധിക ബാധ്യതയായ 58.47 കോടിയാണ് ഇന്ധന സർചാർജായി പിരിക്കുന്നത്. കഴിഞ്ഞ മാസവും യൂണിറ്റിന് 10 പൈസയായിരുന്നു ഇന്ധന സർചാർജ്. പ്രതിമാസ ബില്ലുകൾക്കും ദ്വൈമാസ ബില്ലുകൾക്കും ഇതേ നിരക്ക് തന്നെയാണ് ഈടാക്കുക. കഴിഞ്ഞ മാസം സർചാർജ് പിരിച്ചത് ജൂലൈയിൽ 26.28 കോടിയുടെ അധിക ബാധ്യതയുണ്ടെന്ന് കാണിച്ചാണ്. ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ ഈടാക്കിയത്. ഓഗസ്റ്റിൽ പ്രതിമാസ ബില്ലുകൾക്ക് യൂണിറ്റിന് 9 പൈസയും ദ്വൈമാസ ബില്ലുകൾക്ക് യൂണിറ്റിന് 8 പൈസയുമായിരുന്നു സർചാർജ്. എന്നാൽ നവംബറിലും സർചാർജ് പിരിക്കുന്നത് തുടരും എന്നാണ് KSEBയിൽ നിന്നുള്ള വിവരം. അടുത്തത് സാധാരണക്കാർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ്. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വലിയ കഷ്ടപ്പാടുകളാണ് സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. ബാങ്ക് വായ്പ മുതൽ വിവിധ സർക്കാർ ഓഫീസിലെ കടലാസുകൾ ശരിപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ നൂലാമാലകൾ വേറെയും. ഇതെല്ലാം യാഥാർത്ഥ്യമായാലും ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ വീട് പണി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത്തരത്തിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് തൻ്റെ പുതിയ ഭവന പദ്ധതി സഹായകരമാക്കിയിരിക്കുമെന്ന് പറയുകയാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ഇന്ത്യയിൽ അധികം പ്രചാരത്തിലില്ലാത്ത RT ഹോം, അതായത് റെന്റ് ടു ഓൺ ഹോം പദ്ധതിയാണ് ബോബി ചെമ്മണ്ണൂർ അവതരിപ്പിക്കുന്നത്. പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നിവ വാടകയ്ക്ക് നൽകും. 100 മാസത്തെ വാടക നൽകി കഴിയുമ്പോൾ വീട് നിങ്ങളുടെ പേരിലേക്ക് മാറ്റും. ഇതാണ് തൻ്റെ പദ്ധതി എന്നാണ് ബോബി ചെമ്മണ്ണൂർ വിശേഷിപ്പിക്കുന്നത്. വാടകയ്ക്ക് നൽകുന്നതിനാൽ സിബിൽ സ്കോർ ഉൾപ്പെടെയുള്ളവ കുറവാണെങ്കിലും അത് ബാധകമല്ലെന്നതാണ് പദ്ധതിയുടെ സവിശേഷതയായി വിശേഷിപ്പിക്കപ്പെടുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി. നിങ്ങൾക്ക് വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നിവ നിർമ്മിച്ച് അതായിരിക്കും വാടകയ്ക്ക് നൽകുക. എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീട് കൈമാറുക. സിബിൽ സ്കോർ, പഞ്ചായത്തിലെ കടലാസ് പോലുള്ള നൂലാമാലകൾ ഉണ്ടാകില്ല. 100 മാസം വാടക നൽകി കഴിയുമ്പോൾ വീട് നിങ്ങൾക്ക് സ്വന്തമായി മാറും. വീടിൻ്റെ വാടക എത്രയെന്ന് തീരുമാനിക്കുക വീടിൻ്റെ വലുപ്പം, അതുപോലെ നിർമ്മാണ ചെലവ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും.